विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലെ ജ്ഞാനഗ ഗുരുദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശക്തി സ്വരൂപിണിയായ ദേവിയെക്കുറിച്ചിട്ടാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ജ്ഞാനഗുരുവിനെ വർണ്ണിക്കുമ്പോൾ ശക്തിഗുരുവായ ദേവിയെയും നാം വന്ദിക്കുക തന്നെ, പ്രസാദിപ്പിക്കുക തന്നെ വേണം. ഇതാ നോക്കൂ, ചന്ദ്രമണ്ഡലത്തിങ്കൽ കൂടി ഭ്രൂമത്തിയെ ചന്തം ചിന്തുവോർ ഇതള് രണ്ടുള്ള അംബുജത്തോടൊത്തു ചേരും ബന്ധമെന്നേ പളങ്കിൻ വർണ്ണമൊത്തങ്ങ് ഇരിപ്പോരരുളിനെ പെറ്റു നിൽക്കും ബ്രഹ്മത്തിനോട് ചേരുവോ. ബ്രഹ്മശക്തിയോട് ചേരാൻ തിരുമൂലദേവൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സാക്ഷാൽ ശിവഭഗവാനെ വന്ദിക്കുമ്പോൾ ശിവൻ്റെ അർത്ഥഭാഗമായ ദേവിയെയും നാം തീർച്ചയായിട്ടും പ്രകീർത്തിക്കണം. നോക്കൂ, ചന്ദ്രമണ്ഡലത്തിങ്കൽ ഭ്രൂമത്തിയെ ചന്തം ചിന്തു ഓരിതൾ രണ്ടുള്ള അംബുജത്തോടൊത്ത് ചേർന്നിരിക്കുന്ന. അപ്പോൾ ഭ്രൂമധ്യത്തിലാണ് ഇവിടെ ദേവി വിലസുന്നത്. ആ ഭ്രൂമധ്യത്തിൽ വിലസുന്ന ദേവി എല്ലാ ബന്ധങ്ങളെയും അറുത്ത് കളഞ്ഞ് പളങ്കിൻ വർണ്ണമൊത്ത് ശോഭിക്കുന്ന ആ ദേവി അരുളിനെ പെറ്റു നിൽക്കും, എല്ലാവർക്കും അനുഗ്രഹം നൽകും. അപ്പോൾ ശിവ അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ്, ശിവജ്ഞാന ഗുരുവിൻ്റെ ദർശനം കിട്ടുന്നതിന് മുമ്പ് ജ്ഞാനഗുരുവായ ശക്തിദേവിയുടെയും അനുഗ്രഹം നമുക്കാവശ്യമാണ്. എന്നാൽ മാത്രമേ ബ്രഹ്മത്തിനോട്, ശിവനോട് ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശക്തിദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശക്തിദേവിയുടെ അരുളിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുമൂലദേവൻ ഇവിടെ നമുക്ക് ശക്തിയുടെ ദർശനം തരുന്നു. ഇതാ നോക്കൂ, ശിവജ്ഞാനികളുടെ ചന്ദ്രക്കല വിളങ്ങി നിൽക്കുന്ന പുരികമധ്യേയുള്ള ആജ്ഞാചക്രത്തിൽ രണ്ടിതൾ താമര വിരിഞ്ഞു നിൽക്കുന്നു. ആ താമരയിൽ ശ്രീ പരമേശ ശക്തി കുടികൊള്ളുന്നു. നിസ്സംഗയായിട്ടാണ് അവൾ ഇരിക്കുന്നത്. അരുൾ വർഷിച്ചാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ അരുൾ വർഷിച്ചുകൊണ്ട് ദേവി ഭ്രൂമധ്യത്തിൽ താമര ഇതളിൽ വിലസുന്നു. പളുങ്ക് മേനി കൊണ്ടവളാണവൾ. അത്രയ്ക്ക് അത്യുജ്വലമായ ദിവ്യ തേജസ് ഉൾക്കൊള്ളുന്ന ദേവി കർമ്മബന്ധങ്ങളൊക്കെ അറുത്തെറിയുന്നവളാണ്. ശക്തി കൈവരിച്ച അവൾ ഗുരു സ്വരൂപിണി തന്നെയാണ്. അവളെ ആരാധിക്കുക, അവളെ ഉപാസിക്കുക, അവളെ പ്രീതിപ്പെടുത്തുക, അവളുടെ അരുൾ നേടുക. അങ്ങനെയുള്ളവർ സുഹൃത്തുക്കളായിത്തീരും. അവർ ശിവപദം പ്രാപിക്കാൻ അർഹരായിത്തീരും. അതുകൊണ്ട് ആദ്യം ദേവിയുടെ അരുൾ നേടുക. ദേവിയുടെ അരുൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ ശിവബ്രഹ്മത്തിൻ്റെ അരുൾ നേടാൻ കഴിയൂ എന്നാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഭ്രൂമധ്യത്തിലുള്ള ശക്തിദേവിയുടെ അനുഗ്രഹം ആദ്യം നേടുക. എന്നിട്ട് വേണം ഗുരുപാദത്തെ നാം സമീപിക്കേണ്ടത്. അപ്പോൾ ഗുരുപാദത്തെ സമീപിക്കുമ്പോൾ, ജ്ഞാനഗുരുവിനെ സമീപിക്കുന്നതിന് മുമ്പ് ജ്ഞാനേശ്വരിയായ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നാം നേടണം. നമ്മുടെ തന്നെ പുരികമധ്യത്തിലുള്ള ചന്ദ്രമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ രണ്ടിതൾ താമരയിൽ വിലസുന്ന ദേവിയെ ആദ്യം പ്രസാദിപ്പിക്കുക.
അവളുടെ അരുൾ കൊണ്ട് മാത്രമേ ഭഗവാൻ ശിവൻ്റെ ജ്ഞാനഗുരു ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത് നോക്കൂ. മാനസം പൂക്ക് ലോകമേഴുമേ സന്തോഷിക്കുകയെ ഭൂതലത്തിങ്കൽ പുക്ക് വാന്യെ താങ്ങിക്കൊണ്ടും ആശകൾ എട്ടും നടുങ്ങിയിടവേ കോപം പൂണ്ടാൻ കാട്ടിൽ കടന്ന് കൈലാസത്തിലേ ചേർന്നിരുന്നാൻ. അതിനുശേഷം ദേവിയുടെ അരുൾ ലഭിച്ചതിന് ശേഷം മാനസം പുക്ക് ലോകമേഴുമേ സന്തോഷിക്കേ, 7 ലോകങ്ങളും ആനന്ദ നിർവൃതിയിൽ ആറാടുന്ന ഭൂതലത്തിങ്കൽ പുക്ക് വാനിനെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ കൈലാസത്തിൽ ആശകൾ എട്ടും നടുങ്ങിയിടവേ, എല്ലാ ആശകളെയും നശിപ്പിക്കുന്ന കോപം പൂണ്ടിരിക്കുന്ന ആ ശിവഭഗവാൻ തീർച്ചയായിട്ടും ജ്ഞാനഗുരുവായി വന്ന് നമുക്ക് ജ്ഞാനോപദേശം തരും. അദ്ദേഹമാണ് ആശകളെട്ടും നടുങ്ങിയിടവേ കോപം കൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ എല്ലാ ആശകളെയും എല്ലാ ആഗ്രഹങ്ങളെയും അറുത്ത് എറിയുന്ന, 3 മലങ്ങളെയും അറുത്തെറിയുന്ന ആ ശിവഭഗവാന്റെ കൈലാസത്തിലേക്ക് നീ ചെന്നു ചേരുക. അപ്പോൾ സാധകനോട്, ശിഷ്യനോട് ജ്ഞാനഗുരു പറയാണ്, അല്ലയോ ശിഷ്യ, നീ ആദ്യം ദേവിയെ പ്രസാദിപ്പിക്കുക. ദേവിയുടെ അരുൾ കിട്ടുന്നതോടുകൂടി നിനക്ക് ഭ്രൂമധ്യത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഉയർന്നു പൊങ്ങാൻ കഴിയും. അങ്ങനെ സഹസ്രാരത്തിലിരിക്കുന്ന ശിവബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ, അങ്ങനെ ജ്ഞാനഗുരുവിൻ്റെ ദർശനം, ജ്ഞാനഗുരുവിനോടൊത്തുള്ള ലയനം നിനക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ ശിഷ്യ, നീ ഭ്രൂമധ്യം മുതൽ ശ്രദ്ധിക്കുക. ഇവിടെയാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത പറയുന്നത്. ഭ്രൂമധ്യ ധ്യാനത്തിലൂടെ ദേവിയുടെ അരുൾ കിട്ടുന്നു. പിന്നീട് സഹസ്രാരത്തിൽ വസിക്കുന്ന, സഹസ്രദളത്താമരയിൽ വിലസുന്ന ശിവബ്രഹ്മത്തിൻ്റെ ജ്ഞാനോപദേശം, ജ്ഞാനദർശനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജ്ഞാനഗുരു ദർശനം, ശിവശക്തി ദർശനം സാധകന്, ശിഷ്യന് ഗുരുവരുളുന്നു. ആ വഴിയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ വഴിയാണ്. അതായത് മൂലാധാരത്തിൽ നിന്ന് ശക്തിദേവി ഉയർന്നുയർന്ന് ഹൃദയപത്മവും കടന്ന് കണ്ഠസ്ഥാനവും കടന്ന് ഭ്രൂമധ്യമായ ആജ്ഞാചക്രത്തിലൂടെ ദേവിയുടെ അരുൾ നേടിക്കൊണ്ട് സഹസ്രാരപത്മത്തിലേക്ക് ശക്തിദേവി കുതിക്കുന്നു. അങ്ങനെ ശിവശക്തി മേളനം സഹസ്രാരത്തിൽ നടക്കുന്നു. ഈ ജ്ഞാനഗുരു ദർശനം, ശിവശക്തി ദർശനം സാധകന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് സഹസ്രാരത്തിൽ വിലസുന്ന ശിവശക്തിയുടെ ആ അനുഗ്രഹ വിശേഷത്തിലേക്ക്, അരുളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.